ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർട്ട് ടു ഇൻഫിനിറ്റി. ഇന്ന് നമുക്ക് ഒരു റെസിൻ ക്ലോക്ക് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് ആദ്യം അതിനായിട്ട് വേണ്ടത് MDFൻ്റെ ഒരു ബോർഡാണ്. അത് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് വേണ്ട റോമൻ ലെറ്റേഴ്സ് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടയിലൊക്കെ. പിന്നെ നമ്മൾ ഈ ഫോട്ടോയാണ് സെൻറ്ററിൽ വെച്ച് നമ്മൾ ക്ലോക്ക് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പിഗ്മെൻ്റാണ് നമ്മൾ റെസിനി മിക്സ് ചെയ്യാനുള്ള. ഇത് നമ്മൾ ക്ലോക്കിൻ്റെ നീഡിൽസാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റെസിന് ഹാർഡനറും. ഇത് നമ്മുടെ ലൈറ്ററാണ്, നമ്മൾ ബബിൾ കളയാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു മെഷറിംഗ് സ്പൂണാണ് നമ്മൾ റെസിൻ മിക്സ് ചെയ്യാനായിട്ട് എടുക്കാൻ. ഇത് പേപ്പർ ഗ്ലാസ്. ഇത് നമ്മുടെ ക്ലോക്കിൻ്റെ മെഷീനാണ്. മാസ്കും ഗ്ലൗസും നമ്മൾ റെസിൻ മിക്സ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. അടുത്തായിട്ട് നമുക്കൊരു പേപ്പർ ഗ്ലാസ് എടുക്കാം. ശേഷം നമുക്ക് അതിലേക്ക് റെസിനും ആഡ് ചെയ്യാം. 3:1 റേഷ്യോയിലുള്ള റെസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം റെസിൻ 3യും ഹാർഡനർ 1 എന്ന റേഷ്യോയിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. ആദ്യം നമുക്ക് റെസിൻ എടുക്കാം. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഹാർഡനർ എടുക്കാവുന്നതാണ്. ഹാർഡനറും റെസിനും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ആ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്ക് അതിലേക്ക് പിഗ്മെൻ്റ് ആഡ് ചെയ്യാം. നമ്മൾ ബ്ലാക്ക് കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിഗ്മെൻറ്റ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക, പ്രോപ്പറായിട്ട് എല്ലായിടവും ആകുന്ന രീതിയിൽ. നമ്മളൊരു ഗോൾഡൻ ഗ്ലിറ്റർ എടുത്തിട്ടുണ്ട്. അതും കുറച്ച് റെസിനിലേക്ക് നമ്മളതും കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ബ്ലാക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന റെസിൻ എടുത്ത് നമുക്ക് ആ MDFൻ്റെ മുകളിലേക്ക് പ്രോപ്പറായി ഫുള്ളായിട്ട് ആകുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് എല്ലായിടവും ഒരേപോലെ ആക്കുക. നമ്മളൊരു ബ്ലാക്ക് തീമിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഗ്ലിറ്റർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. 24 hours ശേഷമുള്ള റിസൾട്ടാണിത്. നമുക്കത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആ ഫോട്ടോയാണ് സെൻറ്ററിൽ വെക്കുന്നത്. നമ്മൾ ആ ഫോട്ടോ സെൻറ്ററിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്ററായി തന്നെ അത് വെക്കണം. ശേഷം നമ്മൾ വീണ്ടും ക്ലിയർ ആയിട്ടുള്ള റെസിൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫുള്ളായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുൾ റൗണ്ടും പ്രോപ്പറായി നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
നമ്മൾ ടോർച്ച് ലൈറ്റർ വെച്ച് ഒന്ന് ഹീറ്റ് ചെയ്ത് ആ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ആ ഡയൽ എടുത്ത് വെക്കാം. ഇനി നമ്മൾ കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഫൈനൽ കോട്ട് റെസിൻ വയ്ക്കുകയാണ്. റെസിൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഫൈനൽ കോട്ട് കൊടുക്കുകയാണ് ഫുള്ളായിട്ട്, ഫുൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. റെസിൻ നമുക്ക് സ്റ്റിക്ക് യൂസ് ചെയ്തിനിയും ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടവും യൂണിഫോമായിട്ട് വരുന്ന രീതിയിൽ നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം എഡ്ജസ് ഒക്കെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് കാണും. നമ്മളത് നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ്. അടുത്തതായി നമുക്ക് മിഷൻ വെക്കാനായിട്ട് സെൻറ്ററിൽ ഒരു ഹോളിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ആ ഒരു ഹോള് ഇടുകയാണ്. അടുത്തതായി നമുക്ക് മിഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ മിഷൻ്റെ സെൻറ്റർ പോർഷന് നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. നമ്മൾ അതിനായിട്ട് ഒരു 2 വാഷർ യൂസ് ചെയ്യുന്നുണ്ട്. ശേഷം നമുക്കത് സെൻറ്ററിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ പുറത്തെ വാഷറും നട്ടുവിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പ്ലെയർ യൂസ് ചെയ്താണ് ഇനി അത് ടൈറ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു കോട്ടൺ വേസ്റ്റ് വെച്ച് ഫുള്ളൊന്ന് നീറ്റാക്കി എടുക്കാം. ഡസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അടുത്തതായി നീഡിൽ ഫിക്സ് ചെയ്യാം. നീഡിൽ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം നേരെ 12ലേക്ക് തന്നെ വെച്ച് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അലൈൻമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാം 12ലേക്ക് തന്നെ വെച്ച് ഫസ്റ്റ് മണിക്കൂർ സൂചി ആയാലും മിനിറ്റ് സൂചി ആയാലും സെക്കൻഡ് സൂചി നമ്മളെല്ലാം 12ലേക്ക് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാ സൂചികളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ക്ലോക്ക് വർക്കിംഗ് ആണ്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഗ്ലോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.